നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ രംഗത്ത് ക്യാരക്ടർ റോളുകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ഉഷായൻ. അസീന ഹനീഫ് എന്നാണ് ഉഷയുടെ യഥാർത്ഥ പേര്. കിരീടം, ചെങ്കോൽ എന്നീ സിനിമകളിൽ ഉഷ ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോഴത്തെ കരിയറിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരം. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സു തുറന്നത്. 1990-ൽ പുറത്തിറങ്ങിയ പൊന്നരഞ്ഞാണം എന്ന സിനിമയിൽ അഭിനയിച്ചത് തെറ്റായിപ്പോയെന്നാണ് ഉഷ പറയുന്നത്. ഇതിന് കാരണവും നടി വിശദീകരിച്ചു. പൊന്നരഞ്ഞാണം എന്ന സിനിമയെക്കുറിച്ച് ഓൺലൈൻ മീഡിയയിൽ വരുന്ന കമന്റുകൾ വായിച്ചപ്പോൾ സങ്കടം തോന്നി. ആ സിനിമയിൽ ഞങ്ങൾ പറ്റിക്കപ്പെട്ടതാണ്. സിനിമ സംവിധാനം ചെയ്തത് അനിൽ ബാബുവിലെ ബാബുവേട്ടനാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണത്. ആദ്യ സിനിമ അനഘയിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് വാങ്ങിയതാണ്. ഹരിഹരൻ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നയാൾ. തിരക്കഥാകൃത്ത്, സൂപ്പർ ഹിറ്റ് സിനിമകൾ എഴുതുന്ന കലൂർ ഡെന്നിസ്, പ്രൊഡ്യൂസർ ഹമീദ്. 2 പെൺകുട്ടികൾ പോലെ സ്റ്റാൻഡേർഡായ സിനിമയാണ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു. ആ പ്രായത്തിൽ എനിക്ക് ലെസ്ബിയൻസ് എന്താണെന്ന് അറിയില്ല. നമ്മളെ അങ്ങ് പെടുത്തി. നമ്മൾ നോക്കുമ്പോൾ നല്ല സിനിമ. പൊന്നരഞ്ഞാണം എന്നാണ് പേര്. അരഞ്ഞാണം 2 പ്രാവശ്യം അരയിൽ കെട്ടണമെന്ന് പറഞ്ഞു. തറവാട്ട് വകയിൽ കിട്ടുന്ന അരഞ്ഞാണമാണത്. ലൊക്കേഷനിൽ ചെന്നപ്പോൾ എന്നെ കൂടാതെ നിക്കറിട്ട കുറേ പെൺപിള്ളേർ നിൽക്കുന്നു. എന്താണ് വാപ്പി ഇങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ ചോദിച്ചപ്പോൾ അവരിൽ പെട്ടുപോകുന്ന നാടൻ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. ഇന്നസെന്റ് ചേട്ടൻ്റെ മോളായിട്ടാണ്. മാമുക്കോയ, ഗണേശേട്ടൻ, ബൈജു, മഹേഷേട്ടൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. അവസാനം ഞാൻ ഉടക്കിയാണ് അവിടെ നിന്നും വന്നത്. ഞാനും മഹേഷേട്ടനും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കെട്ടിപ്പുണർന്ന് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തില്ല. പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. എൻ്റെ പാപ്പ പോലീസാണ്. പൊന്നരഞ്ഞാണത്തിന് പോലീസ് കാവലെന്ന് അന്നത്തെ കാലത്ത് ഗോസിപ്പ് വന്നു. എന്നും വഴക്കായിരുന്നു സെറ്റിൽ. പിന്നെ പുതുതായി വന്നൊരാൾ വിവാദമുണ്ടാക്കേണ്ട എന്ന് കരുതി റിലീസായപ്പോൾ എ സർട്ടിഫിക്കറ്റ് ആണ്. അത് വല്ലാതെ ബാധിക്കും. എനിക്ക് ആ സിനിമയുടെ പേര് കേൾക്കുന്നതേ അലർജിയാണ്. ഫാൻസ് ക്ലബ് ആ പടത്തിൻ്റെ ക്ലിപ്പിംഗ് ഇടുമ്പോൾ പോലും എനിക്ക് ദേഷ്യം തോന്നും. പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്നില്ല. ഇപ്പോഴും ആ പ്രൊഡ്യൂസറെ കണ്ടാൽ പോലും ദേഷ്യത്തോടെയാണ് സംസാരിക്കാറെന്നും ഉഷായൻ വ്യക്തമാക്കി.